നമസ്കാരം. ദക്ഷിണ കന്നഡയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു സുപ്രധാനമായ വിവാദത്തെ തുടർന്നാണ് പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഗണേശ ഉത്സവത്തിന്റെയും അതുപോലെ തന്നെ കൃഷ്ണ ജന്മാഷ്ടമിയുടെയും ഉത്സവങ്ങൾ അടുത്തിരിക്കെ തന്നെ ദക്ഷിണ കന്നഡ ജില്ലയിലെ സ്കൂൾ ഗ്രൗണ്ടുകൾ അക്കാദമിക ഇതര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ സുപ്രധാന തീരുമാനം വലിയ വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും ഇപ്പോൾ കാരണമായിരിക്കുകയാണ്. തീരദേശ ജില്ലകളിലെ സ്കൂൾ ഗ്രൗണ്ടുകളിൽ ഈ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് സംബന്ധിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇത്തരം പരിപാടികൾക്ക് അനുമതി തേടി വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കരുതെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗണേശ് ഉത്സവ്, കൃഷ്ണ ജന്മാഷ്ടമി ഉത്സവങ്ങൾക്ക് തൊട്ടു മുമ്പ് വരുന്ന ഈ നിർദ്ദേശം ഹിന്ദു സംഘടനകളിൽ നിന്നും സമുദായ അംഗങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പിന് കാരണമായിരിക്കുകയാണ്. ഈ നിർദ്ദേശത്തെ തുടർന്ന് പ്രാദേശിക ഗ്രാമ സംഘടനകൾ സംഘടിപ്പിക്കുന്ന പരമ്പരാഗത ഗണേശ ഉത്സവത്തിനും അതുപോലെ തന്നെ കൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങൾക്കും പല സ്കൂൾ മാനേജ്മെന്റ് ബോർഡുകളും ഇതിനകം തന്നെ അനുമതി നിഷേധിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയും ഹിന്ദു അനുകൂല സംഘടനകളും സർക്കുലറിനെ ശക്തമായി എതിർത്തിരിക്കുകയാണ്. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് വർഷങ്ങളായി ഗണേശോത്സവം പ്രശ്നമില്ലാതെ ആഘോഷിക്കുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം. ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ ആചാരങ്ങൾക്ക് അനാവശ്യമായ തടസ്സമായാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉത്തരവ് വിലയിരുത്തപ്പെടുന്നത്. ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. പിൻവലിച്ചില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും ഇത് കാരണമാകുമെന്നാണ് BJP നേതാക്കളുടെ മുന്നറിയിപ്പ്. ഈ വിവാദപരമായ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.